ത്രഖോനിത്തി എന്ന വാക്കിൻ്റെ അർത്ഥം കുന്നിൻപുറം എന്നാണ്. ദമസ്കോസിന് ഏതാണ്ട് 25 കിലോമീറ്റർ തെക്ക് കിഴക്കാണ് ഈ സ്ഥലത്തിൻ്റെ സ്ഥാനം. ഈ പ്രദേശത്തിൻ്റെ അധിക ഭാഗവും അഗ്നിപർവ്വതങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞതാണ്. കൃഷിക്ക് ഉപയുക്തമായ ഭൂമി വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. എൽ ലജ, അതായത് അഭയം എന്ന അറബി പേരിലാണ് ഇന്ന് ഇതറിയപ്പെടുന്നത്. കൊള്ളക്കാർക്കും ഭീകരപ്രവർത്തകർക്കും ഒളിച്ചു കഴിയാൻ പറ്റിയ ഇടമായതിനാലാണ് ഈ പേര് ലഭിച്ചത്. സ്ട്രാബോയും ജോസിഫസും അനേക പ്രാവശ്യം ഈ പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ ഒരിടത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. യോഹന്നാൻ സ്നാപകൻ്റെയും ക്രിസ്തുവിൻ്റെയും ശുശ്രൂഷാകാലം നിർദ്ദേശിക്കുന്നതിനായി ത്രഖോനിത്തിയെ പരാമർശിക്കുന്നുണ്ട്. BC 4 ഹേരോദാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപത്രമനുസരിച്ച് പുത്രനായ ഫിലിപ്പോസിനെ ഇതുര്യ ത്രഖോനിത്തി ദേശങ്ങളുടെ ഇടപ്രഭുവായി വാഴിച്ചു. ലൂക്കോസ് 3:1 ഫിലിപ്പോസിൻ്റെ മരണശേഷം, അതായത് AD 34 റോമൻ പ്രവിശ്യയായ സിറിയയോട് ചേർത്തു. AD 37 കലിഗുള ഹേരോദാവ് അഗ്രിപ്പ 1 ത്രഖോനിത്തി നൽകി.